മലർവാടി കഴിഞ്ഞിട്ടുള്ള നേരം വരെയുള്ള ഒരു 5 വർഷങ്ങളുണ്ടല്ലോ, ആ വർഷക്കാലയളവിൽ സിജു കുറേ ഷോർട്ട് ഫിലിംസും അല്ലെങ്കിൽ കുറേ ആൽബങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അഭിനയിക്കാനുള്ള ത്വര കൊണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാ നമുക്ക് ചെയ്യാൻ പറ്റിയ ആ ഒരു സെർച്ചിൽ ഉണ്ടായതാണോ അതൊക്കെ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ എന്തായാലും തീരുമാനിച്ചു. അപ്പോൾ പല പല ഐഡിയാസും പല പല തോട്ട്സും എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് ചെയ്യാം, അങ്ങനെ പല പല ഗ്രൂപ്പായിട്ട് പല ആൾക്കാർ ഇന്നിപ്പോൾ ഒരുപാട് എല്ലാവരും ഇപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇരുന്ന് ഇപ്പോൾ ഗ്രൂപ്പായിട്ടിരുന്ന് ചിന്തിക്കുന്ന പോലെ അന്ന് ഷോർട്ട് ഫിലിംസ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഗ്രൂപ്പായിട്ട് പല പല ഗ്രൂപ്പുകളായിട്ട് അന്ന് തിങ്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ പേര് ഇപ്പോൾ സിനിമയിലെത്തി. അൽഫോൺസ് ആണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് പേര് സിനിമയിലൊന്ന് എത്തിയിട്ടുണ്ട് ഷോർട്ട് ഫിലിംസ്. അപ്പം നമുക്ക് അഭിനയിക്കാനൊരു ചാൻസ് കിട്ടുക അല്ലെങ്കിൽ പെർഫോം ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് കിട്ടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും എല്ലാ ഷോർട്ട് ഫിലിംസും അങ്ങനത്തെ ഇതിലൊക്കെ പോയി അതിനും ചാൻസിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. ഷോർട്ട് ഫിലിംസ് ചാൻസിൽ അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന സ്ഥലത്തൊരു ടീമുകൾ ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മളവിടെ അവരെ തപ്പിപ്പിടിച്ചിട്ട് അവരുടെ അടുത്ത് പോയി ഇങ്ങനെ ചാൻസ് ചോദിച്ചു അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ആൽബം അല്ലേ മറ്റേ ടീച്ചറുടെ വീട്ടിൽ ഷൂട്ട് ചെയ്തിട്ട്? മുകേഷാണ് ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ ഷറഫിന്റെ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ മൂവി ചെയ്യുന്ന പ്രണീഷ് വിജയൻ സുഹൃത്താണ്. പ്രണീഷ് ആണ് ഡയറക്റ്റ് ചെയ്യുന്നത് മ്യൂസിക് വീഡിയോ. മുകേഷ് മുരളീധരനാണ് ക്യാമറ ചെയ്യുന്നത്. ഞാനാണ് അഭിനയിക്കുന്നത്. പിന്നെ രൂപ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്. അപ്പം അന്ന് ഭയങ്കര റൊമാൻറ്റിക് ആൽബംസും അങ്ങനത്തെ പരിപാടിക്കൊക്കെ ഭയങ്കര സ്കോപ്പാണല്ലോ. അപ്പം അന്ന് ഇറങ്ങുന്നുണ്ട് കുറേ പ്രോഗ്രാംസ് ഉണ്ടല്ലോ കൈരളി വി ചാനലിലൊക്കെ. അതന്നെ മിസ്റ്റ് അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അപ്പം അന്നങ്ങനെ പോയി ചെയ്തതാണ്. അന്ന് അതിലൊരു ഹഗ്ഗിങ് പരിപാടി ഉണ്ട്. ഇതൊന്നും നമുക്ക് ക്യാമറയുടെ മുമ്പിൽ, ക്യാമറ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോഴത്തേക്കും പതർച്ചയാണല്ലോ. ഇപ്പൊ സുഹൃത്തുക്കളാണ് നിൽക്കണമെന്നുണ്ടെങ്കിലും ഇപ്പൊ ആക്ഷൻ പറയുമ്പോഴത്തേക്കും ചെയ്യണമല്ലോ. പിന്നെ നമ്മൾ പുതുതായിട്ട് കാണുന്നൊരു ആളാണ്, അതായത് കൂടെ അഭിനയിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ നേരത്തെ പരിചയമുള്ള ആളോ അങ്ങനൊന്നല്ല. അപ്പൊ ആ ഷൂട്ടിന് വേണ്ടി കാണുന്നു. ആ സമയത്ത് അത്രയും ഒട്ടും കംഫർട്ടബിൾ അല്ല. ഈ പറഞ്ഞ പോലെ അന്നത്തെ കാലം എന്ന് പറയുന്ന പെണ്ണുങ്ങളെ തൊടാന്ന് പറയുന്നതിൻ്റെ അയിത്തം പോലെ അയ്യോ എന്നുള്ള അങ്ങനത്തെ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോഴാണ് ഈ പറയുന്ന പോലെ മുകേഷിന്റെ വീട്ടിൽ തന്നെ, മുകേഷിന്റെ അമ്മയാണ് ടീച്ചർ, പാർവതി ടീച്ചർ, ഞങ്ങളെ പഠിപ്പിച്ചാണ്. അപ്പോൾ അവൻ്റെ വീട്ടിൽ ഷൂട്ട് വെച്ചു. അപ്പോൾ ഷൂട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ കറക്റ്റ് ജനലക്കിൽ അവൻ്റെ അച്ഛൻ, ടീച്ചർ, അനിയത്തി, പിന്നെ അയലക്കത്തുള്ള കുറച്ച് ചേച്ചിമാർ ഇവരൊക്കെ വന്ന് നിൽക്കണം എൻ്റെ കെട്ടിപ്പിടുത്തം കാണാനായിട്ട്. നീ ഒന്ന് കെട്ടിപ്പിടിക്കും, ഞാനത് കാണട്ടെ. അന്ന് ഇതൊന്നും ലേസി ഇതൊന്നുമില്ലല്ലോ. അന്ന് വേർത്ത് അത്രയും ടെൻഷനാണ്. പറയുമ്പോഴത്തേക്കും കെട്ടിപ്പിടിക്കും. ആ കൊച്ചിനൊക്കെ ഞാൻ എന്തോ കെട്ടിപ്പിടിച്ചിട്ട് ഉരുന്ന് മറിഞ്ഞ് വീഴൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ ഉണ്ട്. അമ്മമാർ എപ്പോഴും കളിയാക്കും തന്നെ. അമ്മമാർ എപ്പോഴും കളിയാക്കാറുണ്ട്, പണ്ടത്തെ കെട്ടിപ്പിടുത്ത് ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതല്ല ടീച്ചറൊക്കെ എല്ലാം നിൽക്കുന്നേ. നമുക്ക് ഒന്നാമത് ഇവന്മാരെന്നാൽ തന്നെ കോൺഷ്യസ് ആണ്, നമുക്കിത് ശീലമില്ലാത്ത കാര്യമാണ് ക്യാമറയുടെ മുമ്പിൽ ഇത് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ എൻ്റെ ഒപ്പം തന്നെ ഓഡിയൻസും കൂടി വന്ന് നിൽക്കുന്ന സമയത്ത് ആലോചിച്ച് നോക്കണം. പക്ഷെ ചെയ്തോ എന്തൊക്കെയോ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത്. ഷിനോസ് ആയിരുന്നു എൻ്റെ എഡിറ്റർ, ഷിനോസ് റഹ്മാൻ ബ്രദേഴ്സിലെ ഒരു ബ്രദർ. അപ്പോൾ ഷിനോസാണ് എഡിറ്റർ. അവൻ അന്ന് മുതലേ എഡിറ്റിംഗ് പരിപാടിയാണ്. അവനായിരുന്നു എഡിറ്റർ. അപ്പോൾ അവൻ എന്തൊക്കെയോ എഡിറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ ആക്കി. എൻ്റെ വീട്ടിൽ തന്നെ ഇരുന്നാണ് എഡിറ്റ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ നമ്മൾ സിസ്റ്റം എടുത്തിട്ട് വന്നിട്ട് ഒന്ന് വീട്ടിൽ മമ്മിയില്ല. അപ്പോൾ ആ സമയത്ത് മമ്മി എന്തോ ചേച്ചി എടുത്ത് ദുബായിലോ അങ്ങനെ എന്തോ പോയേക്കാം. അപ്പോൾ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് എന്താ പറയുക, ഒന്ന് എഡിറ്റ് ചെയ്യാനുള്ള ടേബിളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ ടേബിളിൽ എൻ്റെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു സിസ്റ്റം എടുത്തിട്ട് വന്നിട്ട് അവിടെ ഇരുന്നാണ് എഡിറ്റ് ചെയ്തത്, കാര്യങ്ങളൊക്കെ ചെയ്തത്. സൗകര്യങ്ങളുള്ള ഒരു വീട്, സൗകര്യങ്ങളുള്ള വീട് സിജുവൽസിന്റെ സൗകര്യങ്ങളുള്ള ടേബിൾ ഉണ്ടായിരുന്നു, അത്ര ഉള്ളൂ. മറ്റേ ക്യാരം ബോർഡിൻ്റെ അത്ര ഉള്ള സ്പേസൊക്കെ ഉള്ളു വീടിൻ്റെ സ്പേസൊക്കെ, തറവാട് വീട് അങ്ങനെയായിരുന്നു. അന്ന് എന്തെങ്കിലും ഒരു പീസ് ഓഫ് സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അഭിനയിക്കാന്നുള്ളതായിരുന്നു. കാരണം വെറുതെ ഇങ്ങനെ ഇരുന്ന് കണ്ണാടിയുടെ മുമ്പിലൊക്കെ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് നമുക്കറിയാം. അത് നമ്മളിങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ മുഖത്തോട് മുഖം നോക്കിക്കുമ്പോൾ മാത്രമേ കണ്ണാടി മുമ്പിൽ നമ്മൾ കാണുന്നുള്ളൂ. നമ്മൾ ഇങ്ങോട്ടേക്ക് നോട്ടം മാറ്റി ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാണില്ലല്ലോ, അല്ലേ? മിററിൻ്റെ മുമ്പിൽ നമ്മൾ കണ്ണ് നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഭാവങ്ങൾ വരുന്നത് എന്നുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഭാവിട്ട് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ഭാവം നടക്കണമെന്നുള്ള മിററിൽ കാണാൻ പറ്റില്ല, ഇങ്ങനെ നോക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും അന്ന് അങ്ങനെ എന്ത് മിററിൻ്റെ ഇത് പറഞ്ഞാലും അത്രയും എന്താ പറയുക ഇതായിട്ടുള്ള കാര്യമായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ അഭിനയിച്ച് നമ്മളത് ടി വിയിലിട്ട് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എത്രത്തോളം നന്നായി എന്നുള്ളതും കാര്യങ്ങളൊക്കെ. അപ്പം അന്ന്
അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നന്നായിട്ട് നടത്തുന്നുണ്ടായിരുന്നു, ഇന്നും നടത്തുന്നുണ്ട്. 2013 നേരം റിലീസാവുന്നു, നിങ്ങളുടെ നല്ല നേരം ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന് മുമ്പ് ഞാൻ നേരത്തിൻ്റെ ഒരു ടീസർ വിനീത് ശ്രീനിവാസൻ അന്ന് ഷെയർ ചെയ്യുന്ന സമയത്ത് എഴുതിയൊരു നോട്ട് ഉണ്ടായിരുന്നു. അൽഫോൺസ് പുത്രൻ മെഡിക്കലി അത്ര ഓക്കെ ഒന്നും ആയിരുന്നില്ല പല പല സമയങ്ങളിൽ, അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഡയറക്ഷണൽ വെഞ്ചർ ഇത്രയധികം ഡിലേ ആയി പോയത്. അസാമാന്യ ടാലൻ്റാണ്, ഇയാൾ ആരാണെന്ന് നിങ്ങൾ വൈകാതെ മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ടൊരു കുറിപ്പോട് കൂടിയിട്ടാണ് ഈ ടീസർ ഷെയർ ചെയ്ത്. നമ്മളൊക്കെ ആ ഒരു പ്രതീക്ഷയിലാണ് ടീസർ ക്ലിക്ക് ചെയ്യുന്നത്. ഇതുവരെ കാണാത്തൊരു ടീസർ ഡിസൈൻ ആയിരുന്നു സിനിമയുടെ. വോയിസ് ഓവേഴ്സ് യൂസ് ചെയ്ത വിധവും ഗ്രാഫിക്സ് യൂസ് ചെയ്ത വിധവും ഒക്കെ. ട്രെയിലർ കട്ട് എന്ന് പറയുന്നത് അന്ന് ഭയങ്കര സെറ്റായിരുന്നു. അതായത് ഫ്രഷ് ആയിരുന്നു. തട്ടത്തിൻ മരത്തിന്റെ ട്രെയിലർ കട്ട് ചെയ്ത ആളാണെന്ന് അറിയാമെങ്കിലും അത് വേറെ തന്നെ ഒരു മൂടായിരുന്നു. പിന്നെ ഒരു ദിവസം നടക്കുന്ന കഥയും അതും നമുക്ക് പുതിയൊരു കാര്യമായിരുന്നു. നേരത്തിലേക്ക് കയറി ചെല്ലുന്നത് നടനായിട്ടാണോ അതോ സുഹൃത്തായിട്ടാണോ? നേരത്തിലേക്ക് നടനായിട്ടാണ്. സുഹൃത്തായിട്ട് ഓൾറെഡി ആണല്ലോ. അപ്പോൾ ഞാൻ ആ സമയത്ത് ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ അൽത്താഫിൻ്റെ ഒരു ഷോർട്ട് ഫിലിം, അൽത്താഫ് ആദ്യമായിട്ടൊരു ഷോർട്ട് ഫിലിം, ആദ്യം ചെയ്യാനായിട്ടൊരു ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ട് അത് പാളി, പരിപാടി നടന്നില്ല. ഒരു ദിവസം 2 ദിവസം ഷൂട്ട് ചെയ്തിട്ട് അൽത്താഫ് ശരിയാവില്ല എന്നുണ്ട്. അൽത്താഫിൻ്റെ ഫ്രണ്ടായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആള് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ 2 ദിവസം ഷൂട്ടൊക്കെ ചെയ്തിട്ട് ഇച്ചിരി പാളിയിട്ട് വേണ്ട വേറെ സബ്ജക്റ്റ് ആലോചിക്കാന്നൊക്കെ പറഞ്ഞ് പിന്നെ വേറൊരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തു, ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ട്. ഞാനാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അത് അഭിനയിച്ചു കഴിഞ്ഞ് ആ സിനിമ ഇതുപോലെ ഷോർട്ട് ഫിലിം അൽഫോൺസിനൊക്കെ കാണിച്ചു. അൽഫോൺസ് അപ്പോൾ ആ സമയത്ത് കുറേ ഷോർട്ട് ഫിലിംസ് ഞാൻ അഭിനയിക്കുന്നുണ്ട്. അൽഫോൺസ് ചെന്നൈയിൽ നിന്ന് വിളിച്ചു ആ ഷോർട്ട് ഫിലിം കണ്ടിട്ട്. നന്നായിട്ടുണ്ട്, ഇംപ്രൂവൈസേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, പെർഫോമൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അന്ന് അഭിപ്രായം വന്നു. അപ്പോൾ നമുക്ക് ചെയ്തതിനൊരു റെക്കഗ്നീഷൻ കിട്ടാണല്ലോ, റിവാർഡും കിട്ടണം, റെക്കഗ്നീഷൻ കിട്ടണം. അപ്പോൾ നമുക്കിത് ചെയ്യാം, ഓക്കെ മുമ്പോട്ട് പോകാമെന്നുള്ളൊരു തീരുമാനം കൂടിയാണല്ലോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ഓഡിഷൻ ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഫെഡറൽ ബാങ്കിൽ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു പാർട്ട് ടൈം ജോബായിട്ട്. ആലുവ ഫെഡറൽ ബാങ്കിൽ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമൊക്കെ നമുക്ക് ഇതിലേക്ക് അടിച്ചു കയറണം, സിസ്റ്റത്തിലേക്ക് അടിച്ചു കയറ്റുന്ന പരിപാടി. അപ്പോൾ ഗോബൂസിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഫെഡറൽ ബാങ്കിന്റെ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ്. അവിടെ ഉണ്ടാവും. ഞാൻ കുറച്ച് അക്കൗണ്ട് ഇത്ര ടാർഗറ്റ് ഉണ്ട്, ഇത്ര ഫോംസ് അടിച്ച് കയറണം ഒരു ദിവസം ഉണ്ടാവും. കുറച്ച് അടിച്ച് കയറ്റി അതേത്തേക്കും ബ്രേക്ക് എടുക്കണം, നേരെ പോയി ഒരു ചായയും സിഗരറ്റും വലിച്ച് അവിടെ അമ്മമാരുടെ കത്തിയൊക്കെ അടിച്ച് പിന്നെ വന്നിരുന്ന് ഓക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വണ്ടി കാശും അങ്ങനത്തെ ചിലവിനുള്ള കാശൊക്കെ കിട്ടുമായിരുന്നു. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്താണ്, ഇപ്പോൾ ജോബൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് അൽഫോൺസിൻ്റെ നേരം ഓണാവുന്നത്. അങ്ങനെയാണ് അവൻ വിളിച്ചിട്ട് പറയുന്നത് നേരെ ചെന്നൈക്ക് പറയുന്നുള്ള രീതിയിൽ പറയുന്നത്. അങ്ങനെ ഞാൻ ആ ജോബ് ഉപേക്ഷിച്ച് നേരെ ചെന്നൈയിലേക്ക് പോയി അന്ന് അസിസ്റ്റും ചെയ്തു. അവൻ പറഞ്ഞു എൻ്റെ അടുത്ത് അസിസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അന്ന് നേരത്തിലും അസിസ്റ്റ് ചെയ്തു. അപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം മലർവാടി ആർട്സ് ക്ലബ്ബ് ചെയ്യുന്ന സമയത്ത് ഈ 11 കശ്മലം എന്ന് പറയുന്ന സിനിമയുടെ ഒരു ദിവസത്തെ ഷൂട്ട്, അതും പിന്നെ എൻ്റെ സീൻ വന്നേക്കുന്ന ഷൂട്ട് 2 ദിവസം എനിക്ക് ഈ ഒരു സിനിമ സെറ്റിലുള്ള എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഷോർട്ട് ഫിലിംസും അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ 2 ദിവസത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു സിനിമ സെറ്റ് ഞാൻ കണ്ടിട്ടില്ല. നേരത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഇത്ര ദിവസം എനിക്ക് 71 ഡേയ്സ് കണ്ടാണ് എടുത്തതെന്നാണ്. അത്രയും ദിവസം സിനിമ സെറ്റിൽ ഫുള്ളോൺ നമ്മൾ തന്നെയാണ് എല്ലാ പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഗ്രൂപ്പായിട്ട് നിന്നിട്ട് എല്ലാ പരിപാടികളും ഇപ്പോൾ എല്ലാവരും ഉണ്ട്. കിച്ചുണ്ട്, ഷബരിയുണ്ട്, ഷറഫൊന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷറഫ് പോയി വരും, അങ്ങനത്തെ പരിപാടികളായിരുന്നു. കണ്ടിന്യൂറ്റി നോക്കിക്കൊണ്ടിരുന്നത്. ചാർട്ടിങ്ങിൻ്റെ പരിപാടികളുണ്ടായിരുന്നു. പിന്നെ ഡയലോഗ്സ് എന്തെങ്കിലും മാറ്റം അങ്ങനത്തെ പരിപാടികളൊക്കെ വന്ന് ഞാനാണ് എഴുതി കൊടുക്കുന്നത്. എൻ്റെ കൈയക്ഷരം മലയാളം നല്ല ഉരുട്ടി എഴുതാൻ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനാണ് എഴുതി കൊടുക്കുക. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിവിൻ്റെ അതിനകത്ത് മാത്യു എന്ന് പറയുന്ന ക്യാരക്ടർ മറ്റേ സ്വെറ്റൊക്കെ ഉണ്ടാവും പുറത്ത്, ഇതൊക്കെ പക്ക സ്റ്റില്ലൊക്കെ എടുത്ത് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്ത് അങ്ങനെ കറക്റ്റ് കണ്ടിന്യൂറ്റി ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമയിലേക്ക് വന്നപ്പോൾ ആ ഒരു കാര്യത്തിൽ ഭയങ്കര എന്താ പറയുക ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. ഒരുപാട് ഹെൽപ്പായിട്ടുണ്ട്. കാരണം അത്രയും ആ സെറ്റിൽ നിന്ന് എക്സ്പീരിയൻസ് ആയില്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും പരിപാടികളും മുമ്പിലെ ആൾക്കാരൊന്ന് പെർഫോം ചെയ്യുന്ന അതിൽ മനോജ് ചേട്ടനുണ്ട്, ഷമ്മിച്ചേട്ടനുണ്ട്. ഷമ്മിച്ചേട്ടനൊക്കെ പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്തിരുന്നത് ഞാനാണ്.